മുരിക്കഞ്ചേരിക്കോളൂ അതൊരു കഥാപാത്രമാണ് മുരിക്കഞ്ചേരിക്കോളൂ. ഇംഗ്ലീഷുകാർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തിട്ട് ആ മനുഷ്യ പയ്യമ്പലത്തെ ആദ്യത്തെ സംസ്കാരം മുരിക്കഞ്ചേരിക്കോളിൻ്റെ ആണ്. നമസ്കാരം. ബിവൺ കേരളം നമ്മുടെ യാത്ര ഇന്ന് കണ്ണൂർ ചാലാടാണ് എത്തിയിട്ടുള്ളത്. അവിടെ നമുക്ക് പ്രധാനപ്പെട്ട ഒരാളെ പരിചയപ്പെടുത്താൻ ഞാൻ നമ്മുടെ എം ഷാഫിക്ക എന്നോടൊപ്പം ഉണ്ട്. ഇത്തരം അദ്ദേഹത്തിന്റെ കുറെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം ഷാഫിക്ക. നമസ്കാരം. നമസ്കാരം. അപ്പോ ഷാഫിക്കനെ ഞാൻ ചാലാടാണെന്ന് പറഞ്ഞു, പക്ഷെ സ്ഥലം കറക്റ്റ് ആദികടലായി എന്നാണ് ഇങ്ങോട്ടേക്ക് വന്നത് അല്ലേ? ആദികടലായിരുന്നു ജനനം. അവിടെ നിന്ന് നമ്മൾ കുടുംബമെല്ലാം ഇങ്ങോട്ടേക്ക് ടൗണിലേക്ക് വന്നു. ചാലാട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു. ആദ്യം സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം. അതിൽ നിന്ന് സർവീസിലുണ്ടായിരുന്നു, ഗവൺമെന്റ് സർവീസ് 75-77 അടിയന്തര സർവീസ്. എവിടെയൊക്കെയാ? സിവിൽ എഞ്ചിനീയറിംഗ് ആയിട്ട് സിവിൽ എഞ്ചിനീയറായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു, PWD കാസർഗോഡായിരുന്നു. സ്കൂൾ ബിൽഡിങ്സും കാര്യങ്ങളും. അപ്പൊ അവിടുന്ന് പിന്നെ ഗൾഫിലേക്ക് പോകണമെന്നുള്ള ഭ്രാന്ത് പിടിച്ചിട്ട് നേരെ 8 വർഷം ഗൾഫിലേക്കായിരുന്നു. ലീവ് എടുക്കാതെ അന്ന് പോയി ഇവിടുന്ന് ടെർമിനേറ്റ് ചെയ്തു. അത് ശരി. എന്റെ കൂടെ ജോലി ചെയ്ത ആൾക്കാരെല്ലാം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും മറ്റുള്ളതൊക്കെയാണ്. അന്നേരം പിന്നെ മോഹം അക്കരയാണെന്ന് തോന്നി അങ്ങോട്ടേക്ക് പോയി. 8 വർഷത്തോളം ഉണ്ടായിരുന്നു. 8 വർഷം ഗൾഫിലായിരുന്നു. ഗൾഫിൽ എവിടെയായിരുന്നു? ഗൾഫിൽ ദുബൈയിലാണ്. അപ്പോഴും ആദ്യകാലത്തെ ഒരു മനസ്സിൽ കുറച്ച് മോഹങ്ങൾ ഉണ്ടായിരുന്നു, സിനിമ അതുപോലെ തന്നെ ആൽബങ്ങൾ. ഇല്ല. പിന്നെ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷമാണോ? ഗൾഫിൽ നിന്ന് കറക്റ്റ് ചോദ്യം കറക്റ്റാണ്. ഗൾഫിൽ നിന്ന് വന്ന ശേഷം പിന്നെ ഞങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. സത്യം പറയുകയാണെങ്കിൽ ഈ വിഷ്വൽ മീഡിയ ആയിട്ട് ഒരു ഇതില്ല. അപ്പോൾ ഞാനിവിടെ നാട്ടിലേക്ക് വന്നു. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഗൾഫിൽ നിന്ന് രാജിവെച്ചിട്ടാണ് വന്നത്. റിസൈൻ ചെയ്തു. മൂന്നിടത്തെല്ലാം ഇങ്ങനെ റിസൈൻ ചെയ്യലും പിരിച്ചെടുത്ത് കിടക്കുന്ന എവിടെയാത്തണ്ടാന്ന്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരു ഏജൻസി കിട്ടി, സ്റ്റാൽക്കോ ഏജൻസി മംഗലാപുരം, ഷിപ്പിംഗ് ആൻഡ് ഇതായിട്ടുള്ള ട്രേഡിംഗ് ആയിട്ടുള്ള. അപ്പോൾ അതിൻ്റെ ജനറൽ മാനേജറായിട്ടുണ്ടായിരുന്നു. 8 വർഷത്തോളം മംഗലാപുരം ഉണ്ടായിരുന്നു. മംഗലാപുരം പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത് കാർഗോ ക്ലിയറൻസ്. അപ്പം അനിശ്ചിതകാലത്തേക്കുള്ള ഒരു സമരം വന്നു അവിടെ. KP ഉണ്ണികൃഷ്ണനായിരുന്നു അന്നേരം മന്ത്രി. അങ്ങനെ അത് വന്നപ്പോൾ ഞാൻ വീട്ടിലിരിക്കേണ്ട വന്നു. തടസ്സം വന്നു. അപ്പോൾ വീട്ടിലിരിക്കേണ്ട സമയത്ത് ജലീൽ ബാദുഷാ എൻ്റെ അടുത്തേക്ക്, എൻ്റെ ബന്ധുവാണ്, എൻ്റെ ബന്ധുവാണ്. പിന്നെ അവൻ്റെ സിസ്റ്ററാണ് എൻ്റെ അനുജൻ കല്യാണം. അപ്പോൾ ഇവൻ എന്തോ മണത്തറിഞ്ഞിട്ട് ഞാനുമായിട്ട് ബന്ധമൊന്നുമില്ല, മീൻസ് ഇതുമായിട്ട് ക്യാമറയും കാര്യങ്ങളായിട്ട് ഒരു ബന്ധമില്ല. അപ്പോൾ ഇവൻ ഒരു ദിവസം വന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റും. ഞാൻ പറയുന്നത് സ്ക്രിപ്റ്റ് എനിക്ക് അറിയില്ല എങ്ങനെ എഴുതണമെന്ന്. അപ്പോൾ ഒരു സതീഷ് ദേവാനുണ്ട്, ഡൽഹി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ്സായ, അവിടെ പോർട്ട് റോഡിൽ. പുള്ളിൻ്റെ അടുത്തൊക്കെ എന്നെ കൂട്ടിപ്പോയി. അയാൾ കുറേ ഹിന്ദിയും മലയാളം കലർത്തിയിട്ടാണ് പറഞ്ഞ് സംസാരിച്ചത്. അപ്പോൾ ചിലപ്പോൾ പേടിക്കണ്ട, നിങ്ങൾക്ക് മനസ്സിലെന്തുണ്ട് അതെല്ലാം അടിച്ചെന്ന് എഴുതിക്കുമെന്ന് പറഞ്ഞു. അവരുടെ മനസ്സിലൊന്നുമില്ല, ശൂന്യതയാണ്. അപ്പം എൻ്റെ നേരെ ജ്യേഷ്ഠൻ EM ആഷി, പുള്ളി ഫേമസ് ആണ്, ഒരുപാട് പുസ്തകങ്ങളെല്ലാം. മൂപ്പർ ഒരു ചെറുകഥ ഉണ്ട്, അകം എന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ എഴുതാൻ എനിക്ക് പേടിയാണ്. എങ്ങനെയാണ് നമ്മൾ സിനിമ കാണുന്നല്ല, അവിടെ പിന്നാമ്പറ അറിയില്ല. ജലീലാണെങ്കിൽ വന്ന് നിർബന്ധിക്കും, നിങ്ങൾ എഴുതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാനൊക്കെ അതിന് ശേഷം മംഗലാപുരത്ത് നിന്ന് എറണാകുളം ബിസിനസ്സിന് പോകേണ്ട വന്നു. അവിടെ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതന്നെ തലയിലുണ്ട്. ഞാൻ ഏകദേശം ഒരു ഔട്ട്ലൈൻ ഇട്ടിട്ടുണ്ട് ഇതെല്ലാം ആയിട്ടുള്ള എൻ്റെ മനസ്സിലുള്ളതെല്ലാം. യാത്ര മുഴുവൻ അതെ, സതീശൻ പറഞ്ഞില്ലല്ലോ, നിങ്ങളുടെ മനസ്സിലെന്താ ഉള്ളത് അത് വലിയൊരു അത്. അങ്ങനെ അവസാനം ഞാൻ അവിടുന്ന് പിന്നെ എറണാകുളം പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇയാളുണ്ടല്ലോ മണിശങ്കർ, മറ്റിതൊക്കെ എഴുതിയ പുള്ളിനെ കാണാൻ വേണ്ടി, പുള്ളിൻ്റെ മരുവൻ എൻ്റെ ഫ്രണ്ടാണ് രമേശ് പറയാം, ഇങ്ങനെ ഒരു രോഗമുണ്ട്, അവനൊന്ന് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഒരു അഡ്വൈസ് വേണം. അങ്ങനെ പുള്ളിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞപ്പോൾ നല്ല മനുഷ്യൻ. പുള്ളി BSNL വലിയൊരു ഉദ്യോഗസ്ഥനാണ്. പിന്നെ ദേവരാഗം, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. മറ്റേത് ഇവള് പിന്നെ മലയാളം ഇംഗ്ലീഷ് പറയുന്നൊരു ഇതില്ലേ, മീനാക്ഷിപുരത്തെ നക്ഷത്രത്തല, അതൊക്കെ എഴുതിയിട്ട് ഫേമസ് ആണ് പുള്ളി. അപ്പോൾ എന്നോട് പറയും, സുധാകരനെ പോയി നിങ്ങൾ കാണും, സുധാകരൻ പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് ഈ എഴുതിയ ഇതായിട്ട് സുധാകരൻ്റെ അടുത്ത് പോയി. ഇയാൾ അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ സുധാകരൻ്റെ അടുത്ത് പോയപ്പോൾ സുധാകര വളരെ നല്ല മനുഷ്യൻ, എറണാകുളമല്ലേ, ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം പുള്ളി എനിക്ക് ഔട്ട്ലൈൻ പറഞ്ഞു, ഇതാണ് സ്ക്രിപ്റ്റ് എഴുതുമ്പം ഇങ്ങനെ ഷോർട്ട് ഡിവൈസ് ചെയ്യണം, മറ്റേ ഇതാക്കണം, ഡയലോഗ് ഇപ്പുറം. അത് കഴിഞ്ഞിട്ട് മണിയെ വിളിച്ചിട്ടുണ്ട്, പറഞ്ഞു എങ്ങനെയുണ്ട്, ഞാൻ കുഴപ്പമില്ല. അപ്പം അങ്ങനെ അത് രണ്ടാമത് ഞാനിതൊക്കെ കറക്റ്റ് ചെയ്ത് എല്ലാം സുധാകരൻ പറഞ്ഞാൽ തന്നെ ഒരു
ഒരു വല്ലാത്തൊരു ഫീൽ ചെയ്ത വിഷമം എനിക്ക് ഉണ്ടായത് എന്താ പറയുക, അത് പറ്റി. ഈ കഥാനായകൻ കാണാൻ വേണ്ടി ഞാൻ സിനിമ കാണാൻ വേണ്ടി പോയി. ആ അപ്പോൾ വേണോട്ടെ എന്നോട് പറഞ്ഞു, നീ എന്തായാലും പോയിട്ട് കാണണം. എൻ്റെ ഒരു ഗുരുവാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്താ വേണോട്ടെ, അങ്ങനെ നിങ്ങൾ സിനിമക്ക് വന്നിട്ട് നീ പോയിട്ട് കാണണം, എന്തായാലും കാണണം എന്നാണ്. കഥാനായകൻ കണ്ടപ്പം കഥാനായകൻ്റെ അമ്മേൻ്റെ പേരടക്കം എൻ്റെ ഇതിൽ അടിച്ചു മാറ്റി എഴുതി ഒരു അത് ശരി. സെയിം ത്രില്ല്. അച്ഛനെ അന്വേഷിച്ചിട്ട് വരുന്ന മകൻ, അങ്ങനെ മകൻ വന്നപ്പോൾ അമ്മ മരിച്ചത് പറ്ററിയുന്നു, കുഞ്ഞുലക്ഷ്മി എന്നൊരു പേരടക്കം അയാൾ അടിച്ചു മാറ്റി കളഞ്ഞു. അധികം പറയാൻ വേണ്ടി പറ്റും, ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള കഥാനായകനായിട്ട് കൂടെ വേണോട്ടെ പറഞ്ഞു. എന്നോട് ചെന്നുണ്ട്, ഞാൻ പറഞ്ഞു ഇങ്ങനെ കണ്ടിട്ട് ഗുരുവൻ ആദ്യമായിട്ട് അതൊരു വലിയൊരു അനുഭവം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ച് സമരം കഴിഞ്ഞ് ഞാനും ജില്ലയിലും കൂടി ഈ അകം എന്നുള്ള അകം മറ്റേ സതീഷ് ദേവാനിൻ്റെ ഡയറക്ഷനിൽ എത്ര ഒരു മാസം എടുത്ത് തീർക്കുക. ആകെ 5 മിനിറ്റിന്റെ സാധനമാണ്. 5 മിനിറ്റ് ഒരു മാസത്തേക്ക് ഷുഹൈബ് എന്നുള്ള ഒരു ക്യാമറമാനുണ്ട്, അതായത് ഇതിന്റെ നായകൻ. ഈ കക്ഷി എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഭാര്യ വന്നിട്ട് നിർബന്ധം പൂർവ്വം താടി മുടി അങ്ങ് എടുത്താടി. അത് ശരി. ബ്രേക്കപ്പ് ചെയ്ത് അടുത്ത അപ്പൊ ഒരു മാസത്തോളം കാത്തിരുന്നു. 7 മാസമായിട്ട് എടുത്ത്. നല്ല അനുഭവം. സേട്ടുവിന്റെ ചീത്ത പറഞ്ഞത് ഞാനെന്താക്കണ്ട, ഓട് വിടുന്നില്ല. കാരണം ഈ താടി മറ്റേ നമ്മളെ ആട് ജീവിതത്തിലുള്ള ഇതിന്റെ ഇത്രലുണ്ട് അറിയാം. അപ്പൊ അങ്ങനെ കണ്ടിന്യൂറ്റി അല്ലേ, വലിയ പ്രശ്നമാണ്. ഇത് ഒപ്പല്ല, ഒറിജിനലാണ്. അങ്ങനെ അത് എടുത്തു കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് നമുക്ക് അവാർഡ് കിട്ടി. കെബിഗ്രാസ് കേരള വീഡിയോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ അവാർഡ് കിട്ടി. അതൊരു വലിയൊരു പ്രോത്സാഹനമായിരുന്നു. എനിക്കല്ല, അത് സ്ക്രിപ്റ്റ് ഞാൻ മാത്രമാണ്. സതീശന് ഞാൻ സ്ക്രിപ്റ്റ് ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ബുദ്ധിയോടെ ഞാൻ എന്ത് ചെയ്ത് ഇതിന് പിന്നാലെ പോകും. എഴുതിയ സ്ക്രിപ്റ്റ് എങ്ങനെയാണ് ഇത് ഇവർ വിഷ്വലൈസ് ചെയ്യുന്നത്, ക്യാമറ വെക്കുന്നത് എങ്ങനെ, ആക്ടിങ് എങ്ങനെ, അതിന് വേണ്ടി ഞാൻ ഇവരെ കൂടെ തന്നെ പോയപ്പോൾ ഏകദേശം ആദ്യത്തിനേക്കാൾ കുറെ കൂടി എനിക്ക് ഒരു കോൺഫിഡൻസ്. പിന്നെ എംടിൻ്റെ തിരഞ്ഞെടുത്ത കഥകൾ, പിന്നെ ഒരു റഷ്യക്കാരനുണ്ട് പാവ്ലോവ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം, പിന്നെ നിരന്തര സ്ക്രിപ്റ്റ്, ഹൗ ടു റൈറ്റ് ദ സ്ക്രിപ്റ്റ്. ഇതന്നെ സംവിധാനത്തിലില്ല, സംവിധാനം പോയിട്ടേ ഇല്ല. വായനാശീലമുണ്ട്, ഉണ്ട്. പോളിടെക്നിക്കിൽ പഠിക്കുമ്പോൾ മുറുക്കത്ത് കുഞ്ഞപ്പൻ്റെ അടുത്തൊക്കെ ഷോർട്ട് സ്റ്റോറിക്ക് സമ്മാനം കിട്ടിയിരുന്നു. ഇ പി ജയരാജൻ്റെ എൻ്റെ ജൂനിയറാണ്. അത് ശരി. ഞാൻ അവിടെ പോയി പഠിക്കുമ്പോൾ അവിടെ എല്ലാ വികൃതികളും കളിച്ച സ്ഥലമാണ് പോളിടെക്നിക്. അങ്ങനെ അവിടെ നിന്ന് ഇത് കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങൾക്ക് എന്താണ് ഇത് വന്നത്. അപ്പോൾ ജലീൽ എന്നെ വിട്ടില്ല. ജലീൽ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ഇതിൽ തന്നെ തുടർന്നോ, നമുക്ക് ഒരു അവാർഡെല്ലാം കിട്ടിയല്ലേ, നിങ്ങളെ സ്ക്രിപ്റ്റും എൻ്റെ ക്യാമറയും സതീഷിച്ച് പിന്നെ സംവിധാനം കൂടി എല്ലാം നല്ലൊരു ഇതുണ്ട്, നമുക്ക് മോശമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ദൃശ്യം എന്ന് പറഞ്ഞിട്ട് ഞാനും ജലീലും കൂടിയിട്ട് ഒരു സാധനം എടുത്തു. മറ്റു ദൃശ്യത്തിനുള്ള ഒരു ദൃശ്യം ഇവിടെ വന്നു അല്ലേ? ഇത് 95. അതെ, ആദ്യമേ ഒരു ദൃശ്യം കടന്നു വന്നു. അപ്പൊ ആ ടൈറ്റിൽ പറഞ്ഞപ്പോൾ ജലീൽ പറഞ്ഞ്, പിന്നെ ഈ ദൃശ്യം തന്നെ ആൾക്കാർക്ക് പറയാൻ വലിയ വിഷമമില്ല. വാൾ പോസ്റ്റിൽ വാൾ പോസ്റ്റിൽ അടക്കം നോക്കുമ്പോൾ നമ്മുടെ വാൾ പോസ്റ്റ് അതുവരെ നല്ല ബന്ധമുണ്ട്. അതായത് ദൃശ്യം എന്ന് പറഞ്ഞാൽ ജലീലിന്റെ ഐഡിയയിൽ വന്നു, ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തു, അതിനും അവാർഡ് കിട്ടി. അതിന് നമ്മൾ ഇതുണ്ടല്ലോ കോഴിക്കോട്ടെ ഇന്റർനാഷണൽ ആയിട്ടില്ല, അതിൽ കിട്ടി. അപ്പൊ ജലീലിൻ്റെ ഒരു നിർബന്ധം അടുത്ത് അല്ല, ഓരോ ഡയറക്ഷൻ ചെയ്യണോ. അത് ശരി. ഞാൻ ആയിക്കോട്ടെ, അതിനകത്ത് സംഭവം വളരെ സന്തോഷം. അപ്പോൾ ഇതിലേക്ക് ഞാൻ പറഞ്ഞത്, ഇതിലേക്ക് വരാനുള്ള മെയിൻ കാരണക്കാരൻ ഒരാൾ പുഷ് ചെയ്യാൻ വേണ്ടി എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വേറെ ഇവൻ വേറെ. കാരണം ഞാൻ എന്താക്കിയെന്ന് പറഞ്ഞാൽ എൻ്റെ സ്ക്രിപ്റ്റുകൾ ഞാൻ തന്നെ ആർക്കും കൊടുക്കുകയാണ്, ഞാൻ തന്നെ സംവിധാനം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ സ്ക്രിപ്റ്റ് എഴുതി കഴിയുമ്പോൾ എനിക്ക് തോന്നി ഇത് എന്തിനാ മാറ്റും. അപ്പോൾ അതിൽ വേറൊരു തരത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ, ഒന്നെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ എഴുതി ഞാൻ തന്നെ കാണിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നം വേറെ കുറച്ചും കൂടി നല്ല കളർഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും, പക്ഷേ മറ്റൊരാളിലേക്ക് ആകുമ്പോൾ അയാളെ ഇത് കൂടി കോൺട്രിബ്യൂഷൻ വരും. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ അവിടെ നമ്മൾ തന്നെ യജമാനൻ, ഞാൻ എടുക്കുന്ന സിനിമ ഞാൻ അപ്പൊ മറ്റൊരാളും കൂടിയിട്ട് അതിൽ പങ്കുചേരുമ്പം അങ്ങനെയാണ് ഞാനും ജലീലും പങ്കെടുക്കുന്നതെല്ലാം. പിന്നെ അവാർഡുകൾ നിങ്ങൾക്ക് കാണാൻ ഒരുപാട് അവാർഡുകൾ. അത് കഴിഞ്ഞ ശേഷം സമയം മീഡിയയിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു, സിറ്റി സെന്ററിൽ. അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഒരു പ്രൊജക്റ്റ് കിട്ടി. പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ രാകേഷ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അപ്പോൾ രാകേഷ് എന്നോട് പറഞ്ഞു, ജാവിക ഇതിന് വേണ്ടിയിട്ടല്ല, ഇപ്പോൾ ഷോർട്ട് ഫിലിമിനൊന്നല്ല, ഇപ്പം നമ്മളെന്നറിയും ഒബ്സർവേഷൻ ഭയങ്കരമായിരിക്കും, എല്ലാം അറിയാമല്ലോ. ഉപയോഗിക്കാൻ പറ്റും. അത് മാത്രമല്ല, ആക്ടേഴ്സ് നമ്മളിപ്പോൾ ഒരു ഭ്രാന്തനെ പറ്റി എടുക്കുകയാണെങ്കിൽ അയാൾ മൂവ്മെന്റ് അത് നടമാറും നോക്കും, നമ്മളും നോക്കും. നമുക്ക് നമുക്ക് എല്ലാവരും ഇതൊക്കെ അറിയില്ല, ഭ്രാന്തന്റെ ഇത് എന്തെല്ലാം അയാളെ ഇത് എന്നുള്ളത് നമുക്ക്. അപ്പം ഞങ്ങൾക്ക് ഈ രാകേഷ് പറഞ്ഞു, എൻ്റെ വീട്ടിനടുത്ത് ഒരു കുട്ടിയുണ്ടായിരുന്നു കോളേജിൽ പോകുന്നത്. ഇവള് രാവിലെ പോകും, വീട്ടിൽ നിന്നാണെങ്കിലും വീട്ടിൽ നിന്ന് അമ്മ പറയുമ്പോൾ അങ്ങനെ പോകണം, അമ്മ ഇങ്ങനെ പോകണം. അത് പീഡനം നടക്കുന്നില്ല, അവിടെ വല്ലാണ്ട് ഉപദേശിച്ച് അവിടെ ആക്കും.
അങ്ങനെ പിന്നെ അത് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടെ വരാൻ പിന്നെ ഒരു വരമ്പിലൂടെ നടന്നിട്ട് പോകുമ്പോൾ പിന്നിലെന്തോ ഒരു ശബ്ദം കേട്ടു. അപ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ ആരും കാണുന്നില്ല. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഈ ഭയപ്പെടുത്തിയിലൂടെയല്ലാന്ന് ഇവിടെ മനസ്സിൽ പോകുന്നു. പിന്നെ കുറച്ചങ്ങോട്ട് നോക്കുമ്പോൾ പിന്നെ ഇത് എന്നെ ഫോളോ അപ്പ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഓടി അങ്ങനെ വീണപ്പോൾ ടിഫിൻ ബോക്സ് തെറിച്ചു. ആ ടിഫിൻ ബോക്സ് നായ വന്നിട്ട് ഈ പിന്നാലെ വരുന്ന നായയായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത് അമ്മു എന്നുള്ള ഒരു സാധനം എടുത്തു. എനിക്ക് നായനെ കൊണ്ട് പിടിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു ഭ്രാന്തനെ തന്നെ ഇതിൽ ക്രിയേറ്റ് ചെയ്തു. എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങൾ ബിലീവബിൾ അൺബിലീവബിൾ ഏകദേശം 20ഓളം അവാർഡുകൾ കിട്ടി. എന്നെ കൊണ്ട് പോയി ഇരുത്തി സ്റ്റേജിൽ ഇരുത്തി ഇതിനെപ്പറ്റി ഡിസ്കഷൻ ചെയ്യണം. പക്ഷേ സംവിധായകനായ ഒരാൾ പറയുന്നതിനുള്ള മഹത്വം അതെന്ന് പറഞ്ഞാൽ മഹത്വമായ സൃഷ്ടി അങ്ങനെയാണെങ്കിൽ അവർ പറയുന്നത്. അതിലെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത് വന്നപ്പം അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് മനസ്സിലായത് ഒരു ഭ്രാന്തൻ, മാനസിക രോഗിയായ ഭ്രാന്തൻ ഒന്നും ചെയ്യുന്നില്ല കുട്ടിക്ക്. അയാളെ എയിം എന്ന് പറഞ്ഞാൽ ഭക്ഷണമാണ്. ആ ഭക്ഷണം കിട്ടിക്കഴിക്കലിൽ മാത്രമാണ് അയാൾ ഉദ്ദേശിച്ചത്. അപ്പം വികാരം കിടക്കുന്നത് ഭക്ഷണത്തിലാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ മാനസിക രോഗികളെല്ലാം ഭ്രാന്തം പിന്നെ പീഡനം ചെയ്യുന്നുണ്ട് എന്നുള്ള ആ ഒരു കുറേ ഒരുപാട് മെസ്സേജസ് അതിൽ തോന്നിയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ 2 വർഷം കുറേ 10-20 വർഷമായി ഞാൻ ഇതിൽ 96 മുതലുണ്ട്. അപ്പോൾ കുറേ ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമും കാര്യങ്ങളും 1-2 കാര്യം പറ്റുള്ളൂ. പറഞ്ഞാൽ തന്നെ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അല്ലേ, ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് ഷോർട്ട് ഫിലിം ഒന്നും ഫിലിമിലേക്ക് എന്താ ചിന്തിക്കാതിരുന്നു? അത് ഒരു കാര്യമായ ചോദ്യമാണ്. ലാസ്റ്റ് ഞാൻ എടുത്തത് ഇതിൽ ഈ പിന്നെ ആടുജീവിതത്തിൽ ഒരു വാക്ക് പറയുന്നുണ്ട്. ആര് ബ്ലസ്സിയാണോ മറ്റേവനാണെന്നറിയില്ല, എഴുത്തുകാരൻ. നമ്മൾ അനുഭവിക്കാത്തതെല്ലാം കഥകളാണ്. നല്ല വാക്കാണ്. നമ്മൾ എന്താ അനുഭവിക്കുന്നത് അത് പിന്നെ അനുഭവം മുഴുവനും കഥയല്ല. എന്റെതല്ല അനുഭവം. ഈ അമ്മു എന്നുള്ളത് രാകേഷ് ഞാൻ കൊണ്ട് പോയിട്ട് ആദ്യം കാണിച്ചത്. രാകേഷ് തലക്കൈ അത് വേറെ സംഭവിച്ചത്. ഇതിന് കിടക്കുന്ന അടിയൊഴുക്കുകളൊക്കെ കാണും. ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ ഫേമസ് ആയിട്ടുള്ള പിന്നെ ഒരു നടനല്ലേ പ്രിയനന്ദൻ അഭിനയിച്ച് ഇതേ സെയിം ഭ്രാന്തായിട്ട് സെയിം സബ്ജക്റ്റ് സെയിം കാര്യം എന്നോട് തൃശ്ശൂർ നിന്ന് വിളിച്ചൊരു ചാക്കോ പറഞ്ഞു, ഒന്ന് നോക്കണേ, ഞാൻ ഒരു സാധനം അയച്ചുതരാം, ഒന്ന് നോക്കിയിട്ട് അഭിപ്രായം പറയണത്. അപ്പം ഞാൻ ചിന്തിക്കുമ്പോൾ അതേപോലെ തന്നെ പല ആൾക്കാരും ചിന്തിക്കുന്നുണ്ടല്ലോ. ഇത് അടിച്ചു പറ്റി ചാക്കോ പറഞ്ഞ് വിടാൻ പാടില്ല. അങ്ങനെയാണ് ഇത് കഥാപാത്രത്തിന്റെ പേര്. മറ്റേത് നമ്മളെ ഗുരുഗീതല്ലേ കഥാനായകൻ. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും കണ്ടു. 1 ലക്ഷം രൂപ അഭിനയിച്ചിട്ട് ചിലവ് എനിക്ക് അത്ര ഒന്നും ആയിട്ടില്ല. സെയിം സംഭവമല്ല, സെയിം എന്നെ പക്ഷെ അതിൽ ഈ പ്രാതം ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷെ ചിരിക്കുന്നു. എൻ്റെ അതില്ല, അത്ര വ്യത്യാസമാണ്. ബാക്കിയെല്ലാം സെയിം ടു സെയിം. അത് കഴിഞ്ഞിട്ട് നമ്മളെ ഈ ഇത് നടക്കുന്നുണ്ട് തീവ്രവാദം. അപ്പോൾ തീവ്രവാദത്തിന് ഉള്ള ഒരു ചെറുപ്പക്കാരൻ എനിക്ക് പരിചയമുള്ള ആളാണ്. എന്നെ പഠിപ്പിച്ച് പിന്നെ ഉസ്താദിൻ്റെ മകനാണ്. അവൻ അറിയില്ല, പക്ഷെ ഇവർ ആ ഫാമിലി കംപ്ലീറ്റ് ആയിട്ട് എനിക്കറിയാം, പാവറെ അറിയാം. അത് ഭയങ്കര വിഷമം എന്ന് പറഞ്ഞാൽ നമ്മളെ എന്നാലും ഫീൽ ചെയ്തിട്ട് ഈ അനുഭവം എന്ന് പറഞ്ഞിട്ട് വല്ലാണ്ട് ഫീൽ ചെയ്തതെന്നറിയോ. അതായത് തീവ്രവാദം പോലും ഇതിനകത്ത് ഭാഗമായിട്ട് ഓരോ അതായത് ചർച്ച കാലഘട്ടത്തിനനുസരിച്ചുള്ള എല്ലാ തീമും നിങ്ങൾ സ്ക്രിപ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സംവിധാനം എത്രത്തോളം ചെയ്തിട്ടുണ്ടാവുമായിരിക്കും? സംവിധാനത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു 10-15 അഭിനയിച്ചിട്ടുണ്ടോ? അഭിനയിച്ചിട്ടുണ്ടോന്ന് വെച്ചാൽ ചിലപ്പോഴും നമ്മൾ എന്താണെന്ന് പറഞ്ഞാൽ ആളില്ലാണ്ട് വെക്കുമ്പോൾ മറ്റേ നമ്മൾ വിചാരിച്ചു. ഞാൻ അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല. അഭിനയിക്കാൻ പറ്റിയിട്ടില്ല, ആഗ്രഹിച്ചിട്ടില്ല. അതില്ല. അതിൻ്റെ അടുക്ക് ആ പറഞ്ഞു വരുന്നത് ഈ തീവ്രവാദത്തിൽ അകപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ്റെ കുടുംബം നരകയാതരാണ്. 3 കുട്ടികളുണ്ട്. മറ്റുള്ളതെല്ലാം വിടും. അതിനകത്ത് പോയി അതൊന്നും നമുക്കത് സപ്പോർട്ട് ചെയ്യേണ്ട ഒരു മനുഷ്യത്വം എന്നുള്ളതിൽ ഞാൻ കാണുന്നുണ്ട് സംഭവം. ആ 3 മക്കളെ ആ പെൺകുട്ടി കഷ്ടപ്പെടുക. ഫാദർ പറയും മരിച്ചു, അവൻ മരിച്ചു നമ്മളെല്ലാം കംപ്ലീറ്റ് അവനെ പിടിച്ചു പോകുന്നത്. അപ്പോൾ അത് കാലത്തേക്ക്. അപ്പോൾ അതെന്നെ വല്ലാണ്ട് ഹോൾഡ് ചെയ്തു. കാരണം നമ്മൾ നോക്കുന്നത് തീവ്രവാദമോ അതൊന്നുമല്ല, പക്ഷെ ഇത് കൊണ്ട് ഒരു നിരപരാധിയായ ഒരു കുടുംബം അതാണ് അവശേഷിക്കുന്നവർ ലാസ്റ്റ് എടുത്തത്. അതിനും കിട്ടി പോകാൻ അവാർഡ്. ബാംഗ്ലൂർ എന്ത് ചെയ്താൽ എനിക്കറിയില്ല, എനിക്ക് അതിനറിയില്ല. അഭിഷേക് ആദ്യം ബാംഗ്ലൂരിൽ നിന്നാണ് വന്നത്. ഞങ്ങൾക്ക് ഞാൻ വെറുതെ പറയാം, താഴത്തെ റൂമിൽ നിറച്ച് ഞാൻ കണ്ടു ഷെൽഫുകൾ മുഴുവനായിട്ടും അല്ലേ. അപ്പം എന്തായാലും തൊട്ടതെല്ലാം പൊന്നാക്കിയ ഷാഫിക്ക. ഈ ഷാഫിക്കയ്ക്ക് എപ്പോഴും സപ്പോർട്ട് കുടുംബമാണല്ലോ അല്ലെ. അപ്പൊ കുടുംബത്തെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്തണം. 2 മക്കളാണെന്ന് തോന്നുന്നു. കുടുംബത്തെ പറ്റി പറഞ്ഞില്ല, ക്യാമറയിലൊക്കെ മുമ്പിലില്ല. മകൻ ഫസ്റ്റിൽ ആദ്യത്തെ മകളാണ് ഷിഫ ഷാഫി എന്ന് പറഞ്ഞിട്ട് അതിനകത്തുണ്ട്. പിന്നെ MA BEd ടീച്ചറാണ്, ലെക്ചറായിട്ടുണ്ടായിരുന്നു.
പിന്നെ അതിൻ്റെ അനുജനാണ് അവൻ ഖത്തറിൽ. ഞാൻ അതോടെ ഖത്തറിൽ പോയത്. ഇപ്പം വിളിക്കുമ്പോൾ ഞാൻ ഖത്തറിലായിരുന്നു. അപ്പം പിന്നെ ഭാര്യയുടെ പേരെന്നാ? ആർക്കിടെക്റ്റ് ആയിരുന്നു മറ്റേ മോനെ. ഭാര്യൻ്റെ പേര് സുറിയ, കമല സുറിയ. എപ്പോഴെന്തെങ്കിലും കലാ സപ്പോർട്ട് ഉണ്ടെന്ന് മനസ്സിലായി ആ പേരിൽ തന്നെ. അതെ അല്ലെ? അതെ അതെ, കമല സുറിയ. ജീവിതം അല്ലെങ്കിൽ പിന്നെ ബിസിനസ് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം കലാപരമായിട്ടുള്ള രീതിയിൽ വരുമ്പം ആത്മമായിട്ടുള്ള സന്തോഷമില്ലേ ഈ ഒരു കാലഘട്ടത്തിലും? അത് എപ്പോഴും എടുത്തു പറയാൻ പറ്റുന്ന രീതിയിൽ കുറെ അവാർഡുകൾ. അതൊരു വല്ലാതെ ചോദ്യമാണ് അല്ലേ? തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞതിൽ പകുതി ഉത്തരമുണ്ട്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഫീൽഡിൽ. തിക്താനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറയാം, വീട്ടിൽ നിന്ന് തന്നെ അവരെന്ന് പറയുമ്പോൾ ഈ 10-20 വർഷമായില്ലേ ഞാൻ ഇതും കൊണ്ട് നടക്കുന്നത്. അപ്പോൾ പിന്നെ അങ്ങോട്ട് നമ്മൾ അറിയാലോ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തികം, ആരോഗ്യം, ഇതൊക്കെ അതിൻ്റെ ഘടകമാണ്. അങ്ങനെ വരുമ്പോൾ പറയും നിങ്ങൾ ഈ അസുഖം വെച്ചിട്ട് അങ്ങനെ പോകരുത്, എന്നാലും എല്ലാം വേണ്ട, ഒന്നും വേണ്ട, സ്വസ്ഥം ഗൃഹജീവിതമായിട്ട് ഞാൻ നിൽക്കും. പക്ഷെ എഴുതാൻ തോന്നുമ്പോൾ പിന്നെ എഴുതൂലേ? പെല്ലടി വരും. അതാണ് ശപിക്കും. അങ്ങനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോയിട്ട് ചെയ്യുന്ന കാര്യമുണ്ട്. പിന്നെ ഞാനിവിടെ ഫിലിം ചേംബറിന്റെ ഇതുണ്ടായിരുന്നു, പ്രസിഡന്റായിട്ടുണ്ടായിരുന്നു. കണ്ണൂർ ഫിലിം ചേംബർ ഒരു 10-25 ഫിലിം ഫെസ്റ്റിവൽ ഞാൻ നടത്തി. അത് ശരി. അത് ഒരുപാട് കോണ്ടാക്ട് ഉണ്ട്. ഇതൊന്നും കിട്ടിയില്ലെങ്കിലും ഇത് ക്യാമറമാൻ അടക്കം, ക്യാമറമാൻ വിജേഷ് കുര്യപ്പുറം ഇങ്ങോട്ട് കൂട്ടുവരുമ്പോ എന്നോട് പറഞ്ഞു, അതായത് ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിലൊക്കെ വെച്ചിട്ട് ഇഷ്ടംപോലെ ഹാളിലൊക്കെ വെച്ച് ഇഷ്ടംപോലെ പ്രോഗ്രാമുകൾ നടത്തിയ വ്യക്തിയാണ്. കുറെ ആയിട്ട് അകന്നു പോയി. കാലഘട്ടം അനുസരിച്ചുള്ള മാറ്റങ്ങളായിരിക്കും. പിന്നെന്താ ചോദിച്ചത്? ആദ്യം ചോദിച്ചെടുത്തൊന്നും ഫിലിമിലേക്ക് എന്തുകൊണ്ട് കടന്ന് കാലം വെച്ചില്ല? ഫിലിമിലേക്ക് കൊടുത്ത ചില നമ്മളെ ഈ ഇതെടുത്ത് ഒരു ആൾക്കാരെല്ലാം എനിക്ക് പേര് മറന്നു. സംവിധാനം ഏട്ടിയാബു, മറ്റേ പ്രേം നസീറിൻ്റെ ഒരു ജയറാമിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ലാസ്റ്റ് എടുത്ത ഒരു സിനിമ എടുത്തിട്ടില്ലേ, അതിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നോട് ആരായൊക്കെ പറഞ്ഞോട് അസോസിയേറ്റ് ആയിട്ട് പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അസോസിയേറ്റ് പറ്റുമെന്ന് ഞാൻ ഫ്രാങ്കായിട്ട് ഞാൻ പറയുക, നമ്മൾ ചെറിയ 1-2 ഷോർട്ട് ഫിലിമോ മറ്റുള്ളതാണെങ്കിൽ വീട്ടിൽ നിന്ന് കുറച്ച് നേരം അങ്ങ് പോയി. ഇതല്ല, എഫേർട്ട് ഫുള്ളായിട്ട് എനിക്ക് ഇതിലേക്ക് വരാൻ പറ്റൂല എന്നുള്ള ഒരു ഇത്. പിന്നെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ധൈര്യക്കുറവ്. വ്യക്തിയാണ് പറയുന്നത്. അവിടെ എത്തിയാലും ചിലപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്ന അപ്പുറത്തേക്ക് മറന്നു പോകുമായിരുന്നു. പിന്നെ എന്തായാലും സിനിമ എത്തിയിട്ടുണ്ടല്ലോ, കഥാനായകൻ അല്ലെ? എന്തായാലും നിങ്ങള് മനസ്സിൽ കണ്ട കഥ ജനങ്ങൾക്ക് കാണാൻ വേണ്ടി മറ്റുള്ളവർ കോപ്പിടിച്ച് കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ അതും ഒരു തിക്താനുഭവം. അത് മാത്രമല്ല, മറ്റൊന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ പയ്യാമ്പലം പോയിട്ടുണ്ടെങ്കിൽ പയ്യാമ്പലം ഒരു ചെറിയ ശ്മശാനമുണ്ട്. അത് ആണ് പിന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള മുരിക്കഞ്ചേരി കേളു. അതൊരു കഥാപാത്രമാണ് മുരിക്കഞ്ചേരി കേളു. ഇംഗ്ലീഷുകാർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തിട്ട് ആ മനുഷ്യ പയ്യാമ്പലത്തെ ആദ്യത്തെ സംസ്കാരം മുരിക്കഞ്ചേരി കേളുവിൻ്റെ ആണ്. മുരിക്കഞ്ചേരി കേളുവിനെ വെടിവെച്ചിട്ട് ഇവർ ഒത്തുകൊടുത്തിട്ട് ചെറുക്കലിന് ആൾക്കാർ ഒത്തുകൊടുത്ത് അവിടുത്തെ എന്തോ ഒരു പ്രേമുണ്ടായിരുന്നു മുരിക്കഞ്ചേരി കേളുവിന്. അത് ഇതാക്കാൻ വേണ്ടി അവർക്ക് ഇയാളെ പോറ്റി വളർത്തിയത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളെ വെടിവെച്ച് കൊന്നേച്ചാണ്. ആ ശവാന്ന് ആദ്യമായിട്ട് 3-4 ദിവസം അവിടെ കിടന്നു, ആരും എടുക്കാതെ. അങ്ങനെയാണ് പയ്യാമ്പലം ശ്മശാനാകാൻ വളരെ. ഇതിൻ്റെ ഇറങ്ങി കിട്ടിയത് കൊറ്റിയത്ത് സായന്തേട്ടനാണ്. സായന്തേട്ടൻ പറയും ഇതൊന്നും പൊലിപ്പിക്കണം. ഞാൻ പറഞ്ഞിട്ട് ഏഷ്യാനെറ്റിൽ കിട്ടി. ഞാൻ ഒരു മെയിൻ ചാനലെല്ലാം ചെയ്തില്ല കേട്ടോ. ഏഷ്യാനെറ്റ് സ്റ്റാർട്ടിങ്ങനെ ദൂരദർശനിൽ അറക്കൽ 96 ദൂരദർശനേ ഉള്ളൂ. 3 എപ്പിസോഡ്. അത് കഴിഞ്ഞിട്ട് ഏഷ്യാനെറ്റിൽ 12 എപ്പിസോഡ്. അതേസമയം ഈ അമ്മുവിന്റെ ഒരുവിധ എല്ലാ ചാനലും ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടുള്ള മാങ്ങാട്ടേക്ക് വിളിച്ചു കൊടുത്തു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് മുരിക്കഞ്ചേരി കേളുവിൻ്റെ നമുക്ക് ഒരു ആസ് എ റൈറ്റർ എന്നുള്ള ഇത് നമുക്കിതൊരു നിങ്ങളുടെ ഒരു സബ്ജക്റ്റ് വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഏരിയയിലേക്ക് പോകും. പാദ്യത്തെ നിങ്ങളറിയാട്ടിക്കല് പറഞ്ഞ നിങ്ങൾ അടിച്ചതിൻ്റെ പേരിൽ മാറ്റി കളഞ്ഞല്ലോ തമാശയായിട്ട്. എന്നോട് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നീ റെഡിമെയ്ഡ് ഷോപ്പിന്റെ ഓൺലൈൻ നോക്കും. ഞാനത് കിട്ടിയപ്പോൾ ഞാൻ എന്താക്കിയെന്ന് പറഞ്ഞാൽ അതിനെ കഥാപാത്രമാക്കിയിട്ട് അപ്പൊ കുട്ടിക്ക് തന്നെ ഇത് കാണിച്ചു കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞു. ഈ കുട്ടിയുണ്ടല്ലോ അങ്ങനെ ഇത് മുരിക്കഞ്ചേരി കേളുവിൻ്റെ ഈ സംഭവം വന്നപ്പോൾ അതൊരു വല്ലാണ്ട് എന്നാ ഇതാക്കി. ഇത്രയും വലിയൊരു മനുഷ്യൻ പയ്യാമ്പലത്ത് അനാഥമായി കിടക്കുന്ന ഒരു ശ്മശാനത്വം എന്നുള്ളത് അത് ഞാൻ എന്താക്കി ഏഷ്യാനെറ്റിൽ സായന്തേട്ടുണ്ട് പറഞ്ഞു. ഫുൾ റിസർച്ച് ചെയ്യുന്ന ആളാണ്. അങ്ങനെ അത് എടുത്തിട്ട് ഏഷ്യാനെറ്റിൽ നമ്മൾ ഇട്ടു. ഏഷ്യാനെറ്റിൽ ടെലികാസ്റ്റ് ചെയ്തു 12 എപ്പിസോഡിൽ മുക്കഞ്ചേരി വന്നു. പിന്നെ വന്നില്ല ഉറുമി. ആ ഉറുമിയിൽ പറഞ്ഞ ഒരു സംഭവം ഞാൻ പറയുന്ന കഥ ഒറിജിനൽ കഥയായിട്ടില്ല. അന്നേരം മറ്റേ ഇവൻ വിളിച്ചു എന്നോട് എറണാകുളത്ത് നിന്ന് മറ്റേ ശ്യാമ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ എനിക്ക് കുറെ സീഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എടുത്തിരുന്നു. ഞാൻ ശ്രദ്ധിക്കില്ല.
ശ്യാമറി ജാമ്യം വിടാൻ പാടില്ല. മുരിക്കഞ്ചേരിക്കോട് ഇവനെ ആക്കിയിട്ട് ഇവൻ എന്താ ചെയ്തു വെച്ചത്? അർക്കൽ ബി വി ആയിട്ട് എന്ത് കണക്ഷനായി ഉള്ളത്? ഒന്നുമില്ല. അർക്കൽ ബി വി ആയിട്ട് ഒന്നും ഒരു കണക്ഷനും ഇല്ല. പക്ഷെ അതിനെ കഥയാക്കി മാറ്റി അവര് ആയിരിക്കാം. അപ്പൊ ഈ പറഞ്ഞ ഞാൻ ഒരു മിത്തിനെ അവർ കഥയാക്കി മാറ്റുമ്പോൾ പല രീതിയിൽ വഴികളിലൂടെ യാത്ര ചെയ്യിച്ചു മാത്രം. തീർച്ചയായിട്ടും അല്ലെ? എന്തായാലും ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് വലിയ അവാർഡുകൾ നേടിയെടുത്ത്, അതുപോലെ തന്നെ കുറെ പേർക്ക് പ്രോത്സാഹനം നൽകുന്ന ഫിലിം ഫെസ്റ്റുകൾ, അല്ലെ, ഫിലിം ഫെസ്റ്റുകൾ നടത്തി. എന്തായാലും ഇപ്പൊ എനിക്കൊരു ചോദ്യം ഉത്തരം കിട്ടി. പയ്യാമ്പലത്തെ ആദ്യ ശവസംസ്കാരം ആരുടേതായിരുന്നു? ഈ ചോദ്യം നിങ്ങളുടെ മനസ്സിലേക്കും കിട്ടി എന്ന് എനിക്ക് മനസ്സിലായി. മുരിക്കഞ്ചേരിക്കുള്ളൂ. എന്തായാലും ഇത്തരത്തിലുള്ള ആളുകളുടെ കയ്യൊപ്പുകളാണ് കാലം എപ്പോഴും ചരിത്രങ്ങളായി മാറ്റുന്നത്. ഇദ്ദേഹത്തിന് കുറെ ഭാവങ്ങൾ, ഇനിയും കുറെ കഥകൾ എഴുതണം. ഒരുപക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന അപ്പുറത്തേക്കുള്ള വിഭവങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് ഇനിയും വരാനുണ്ട്. അപ്പൊ എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു സിനിമയും വലിയ അബ്രവാളികളിലേക്കെല്ലാം കടന്നു വരണം. നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും. മുരിക്കഞ്ചേരി കേളുവിനെ പോലെ പല പല കഥാപാത്രങ്ങൾ ഇനിയും ഓർമ്മകളിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ പേനയിലെ മഷിക്കണങ്ങൾ അതിനൊക്കെ കാരണമാവട്ടെ. എല്ലാവിധ ആശംസകളും. എന്തായാലും ഞാൻ ഈ നാട്ടിലേക്ക് എത്തുമ്പോൾ എനിക്ക് വിലമതിക്കാനാവാത്തൊരു മുത്തിനെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പറ്റിയത്. ആഴക്കടലിലുള്ള ആ മുത്തിനെ തേടിയുള്ള യാത്ര ഇവിടെ വിജയിച്ചിരിക്കുന്നു. അടുത്തൊരു എപ്പിസോഡിൽ പുതിയൊരു അതിഥിയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരെ ബൈ.